ആവണി, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്ത് ചേച്ചി? നീ ഒരിക്കൽ പറഞ്ഞില്ലേ നിനക്ക് ഒരു അനോണിമസ് കോള് വന്നെന്നു? ആ പറഞ്ഞിരുന്നു. ആരോ നിന്നെ വിളിച്ചെന്നോ മോഹൻ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ച കാര്യം പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. ആ കോൾ റെക്കോർഡറാണോ? എൻ്റെ ഫോൺ ഓട്ടോ റെക്കോർഡാ. നോക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാത്രി കരയിലെ വാരിയിട്ട് കത്തിച്ചത് എന്തിനാണ് നിങ്ങൾ വിശ്വസിച്ചത്? ഈ സൗണ്ട് വക്കീലിന്റെ ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നാരായണ വക്കീലിൻ്റെയോ? വക്കീൽ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ആലോചിച്ചിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, മോഹൻ നിന്നെ വഞ്ചിക്കുവാന്നുള്ളത് മോഹന് മാത്രമല്ലേ അറിയുള്ളൂ. മോഹൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആരോടാ? വക്കീലിനോടല്ലേ? രണ്ടാമത്തെ കാര്യം, മോഹൻ രാത്രിയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ചു എന്നുള്ളത് മോഹന് മാത്രമല്ല അറിയുള്ളൂ. ആ അജ്ഞാതം വിളിച്ചപ്പോഴല്ലേ നിനക്ക് പോലും സംശയം തോന്നിയത്? അതെ. അവന് എൻ്റെ സംശയങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതെനിക്ക് ക്ലിയർ ആക്കണം. അല്ല, വക്കീൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വക്കീലിന് എന്താ കിട്ടുക? അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് വന്ന കോള്, ആ കോൾ വന്ന നമ്പർ, വന്ന സമയം, ആ കോൾ റെക്കോർഡ്, അതെല്ലാം എനിക്ക് അയച്ചു അയക്കേ. അയച്ചിട്ടുണ്ട് ചേച്ചി. എന്തു പറ്റിയേട്ടത്തി? പ്രകാശ, നീ ഫ്രീ ആണോ? ഫ്രീ ആണ്. എനിക്കൊന്ന് രണ്ട് സ്ഥലത്ത് പോകണം. എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വരാം. എവിടെ പോകാനാ ചേച്ചി? ആവണി, നാരായണ വക്കീൽ കേസ് ഒന്നൊന്നായിട്ട് എടുക്കാറുള്ളൂ, വല്ലപ്പോഴും ഓരോന്നും. ആകപ്പാടെ പുള്ളൊരു 12 കേസ് എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ. അതൊക്കെ ജയിച്ചിട്ടുമുണ്ട്. എല്ലാം ഡിവോഴ്സ് കേസാണ്.